ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഹെൽത്തി ഗ്രീൻ ജ്യൂസ് ആണ്. ഇതിൽ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് അരയ്ക്കുന്ന ഒരു ജ്യൂസ് ആണ്. നമുക്ക് നല്ലൊരു റിഫ്രഷ്മെന്റ് തരുന്ന ഒരു ജ്യൂസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ജ്യൂസിൽ നമ്മൾ കുറേ വെജിറ്റബിൾസും ഗ്രീൻ എല്ലാം ഗ്രീൻ ജ്യൂസ് അല്ല, അപ്പൊ എല്ലാം ഗ്രീൻ സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനൊരു 10 ഗ്രീൻ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ആപ്പിളിന്റെ ഒരു കാൽ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 15 മിന്റ് ലീവ്സ്. പിന്നെ ഞാൻ ഇതിൽ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് സ്പിനാച്ച്, കുറച്ച് കുക്കുംബർ, കുറച്ച് കെയിൽ ലീവ്സ്. പിന്നെ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് അരയ്ക്കുന്നത്. അതിലേക്ക് കുറച്ച് നാരങ്ങ കൂടെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഒരു ഹാഫ് ലെമൺ മതിയാവും. അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ മുഴുവൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ പകുതി ഒഴിക്കുന്നുള്ളൂ. പിന്നെ ഒരു കാൽ ഭാഗം കുക്കുംബർ. ഇത് ഒരു 1.5 ഗ്ലാസോളം നമുക്ക് സെർവിങ് വരും കേട്ടോ. പിന്നെ വേണ്ടത് കെയിൽ ലീവ്സ് ആണ്. കെയിൽ ലീവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലീവ്സ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ഇലകളൊക്കെ കിട്ടുന്ന കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അതൊരു 7-8 ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി ബേബി സ്പിനാച്ച് എടുത്തിട്ടുണ്ട്. അത് ചീരയാണ്. പാലക് ലീവ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അതായത് നമ്മുടെ ഗ്രീൻ ഗ്രേപ്സ് അത്ര മധുരം പോരെങ്കിൽ കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ല, അല്ലാതെയും കഴിക്കാം കേട്ടോ. വളരെ ചെറിയൊരു പുളിയോട് കൂടിയുള്ള നല്ല ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് വരുന്ന ഒരു ജ്യൂസ് ആണ്. ഞാൻ ഇതിലേക്ക് ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അരച്ച ശേഷം കാണിച്ചിട്ട് നന്നായിട്ട് അരച്ച് എടുക്കണം. അപ്പൊ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഞാനിത് ഡയറക്റ്റ് ആയിട്ട് തന്നെ സെർവ് ചെയ്ത് കഴിക്കുകയാണ്. ആ, പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കെയിൽ ലീവ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ എടുത്തത് ചെറിയ ബേബി കെയിലായിരുന്നു. അതുകൊണ്ട് അതിന്റെ തണ്ടൊന്നും ഞാൻ കളഞ്ഞില്ല. കുറച്ച് വലിയ കെയിലാണെങ്കിൽ അതിന്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് അതിന്റെ ഇല മാത്രം എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അരിച്ചിട്ട് ആ, എടുക്കാം കേട്ടോ. അതിന്റെ പൾപ്പൊക്കെ മാറ്റിയിട്ട് വെറും ജ്യൂസ് മാത്രം എടുക്കാം. അതും നല്ല ടേസ്റ്റ് ആണ്. ആ ചെറിയൊരു പുളിയോട് കൂടെ ആ ഗ്രീൻ ഗ്രേപ്സിന്റെ മധുരവും ഗ്രീൻ ആപ്പിളും എന്നാൽ നമ്മൾ വെജിറ്റബിൾ കഴിക്കേണ്ടതെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു റിഫ്രഷിങ് ജ്യൂസ് ആണ്. എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. ബൈ ബൈ.